ഹരേ മുകുന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലൂടെയുള്ള യാത്ര. നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമസ്കന്ധം നമ്മൾ ഗോവർദ്ധന ചരിത്രം വരെയുള്ള ഭാഗങ്ങൾ അനുസ്മരിച്ചു. 5 അധ്യായം ഗോവർദ്ധന ചരിത്രം. ആ ഗോവർദ്ധന ചരിത്രത്തിലൂടെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മഹത്വവും ലോകപാലന്മാരായിട്ടുള്ള ദേവേന്ദ്രന്റെയും ഒക്കെ സ്ഥാനം എവിടെയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിതാ ഓരോ ദിക്കുകളിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ ആ വരുണന്റെ ദിക്ക് പടിഞ്ഞാറാണ്. അപ്പൊ പടിഞ്ഞാറ് ഭരിക്കുന്നതായിട്ടുള്ള വരുണനെ അദ്ദേഹത്തിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു കഥ 28-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ വരുണന്റെ സങ്കേതത്തിൽ നിന്ന് അച്ഛനെ വിട്ട് കൊണ്ടുവരുന്നതും ഗോപന്മാർക്ക് ആ യഥാർത്ഥമായിട്ടുള്ള തൻ്റെ ധാമം, അല്ലെ, വൈകുണ്ഠ ലോകം അത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചരിത്രമാണ് ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. ശ്രീ ശുബ്രഹ്മർഷി വീണ്ടും തുടരുന്നു, പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏകാദശ്യാം നിരാഹാര സമഭ്യർച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ത്യ ദ്വാദശ്യാം ജലമാവിശൽ. നന്ദഗോപര് ഏകാദശി വ്രതം നോക്കുവാൻ വേണ്ടിയിട്ട് നിരാഹാര ഏകാദശ്യാം നിരാഹാര സമഭ്യർച്യ ജനാർദ്ദനം, ആഹാരം കഴിക്കാതെ ജനാർദ്ദനെ മഹാവിഷ്ണുവിനെ വേണ്ട രീതിയിൽ പൂജിച്ച് വേഗം പോയി കാളിന്തിയിൽ കുളിച്ചു വന്ന് വ്രത സമാപനത്തോടുകൂടി പാരണ വീടുവാൻ വേണ്ടിയിട്ട് ആ കാളിന്തിയിലേക്ക് യാത്രയായി. ഈ ഏകാദശി ദിവസം നിരാഹാരം എന്ന് ഇവിടെ എടുത്തു പറയാൻ കാരണം, ഓരോ വിധി നിഷേധങ്ങള് നോക്കിക്കഴിഞ്ഞാല് ഏകാദശി ദിവസം വർജ്യമാണ് ആഹാരം. അത് തന്നെയാണ് യഥാർത്ഥത്തില്. ഇപ്പൊ പല രീതിയിലും പല ആചാര്യന്മാരായിട്ടും ഞാനടക്കം പറയാറുണ്ട്, ഏകാദശിയുടെ അന്ന് ആഹാരം കഴിക്കാതെ ഇങ്ങനെ വിഷമിച്ചിരുന്ന് നാമം ജപിക്കേണ്ട കാര്യമില്ല, ധാരാളം കഴിച്ചിട്ട് നാമം ജപിച്ചാളോ എന്നൊക്കെ പറയും. പക്ഷെ എങ്കിൽ പോലും ശാസ്ത്ര വിധി അനുസരിച്ച്, ആചാര്യ മതമനുസരിച്ച് ഗ്രഹണത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണോ ആഹാരം ഒഴിവാക്കുന്നത്, അതുപോലെ ആസുരീകമായിട്ടുള്ള ഒരു സ്പരിശം ഈ ഏകാദശി ദിവസം അന്നത്തില് വന്നു ചേരും എന്ന് പറയുകയാണ്. ഏകാദശിക്ക് ശരിക്ക് ദശമിയുടെ അന്ന് രാവിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാല് പിന്നീട് യാതൊന്നും പിന്നെ കഴിക്കാറില്ല. പിറ്റേ ദിവസം ശുദ്ധോപവാസ ദിവസം ഏകാദശിയുടെ അന്ന്. പിന്നെ ദ്വാദശി രാവിലെയാണ് ദ്വാദശിക്ക് പാരണ വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ആഹാരം കഴിക്കാറ് എന്ന് പറയുകയാണ്. അപ്പൊ ഒരു അവസരത്തില് ഭഗവാൻ മഹാവിഷ്ണു യമന്റെ കൊട്ടാരത്തിൽ പോയി. സംയമനി എന്ന് പറഞ്ഞ ആ യമപുരി സന്ദർശിച്ച സമയത്ത് അവിടെ പാപികളെ അവൾ ശിക്ഷിക്കുന്നത് സമയത്ത് അവരിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു കരച്ചില്, രോദനം കേട്ടുകൊണ്ട് വല്ലാണ്ട് ആ സാത്വിക ബുദ്ധിയുള്ള മഹാവിഷ്ണു മനസ്സലിഞ്ഞുകൊണ്ട് താൻ തന്നെ എന്ത് ചെയ്തു, ഒരു ഏകാദശിയുടെ രൂപം അവിടുന്ന് സ്വീകരിച്ചു. ഏകാദശിയുടെ രൂപം സ്വീകരിച്ച് ഈ പാപികളെയൊക്കെ, എത്ര പേര് എവിടെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ ഈ ഏകാദശി ഉപവാസം അവരെ കൊണ്ട് ചെയ്യിച്ചു, ഉപവസിപ്പിച്ചു എന്നാ പറയുക. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, നേരെ ആ ഏകാദശി ഉപവസിച്ചതിന്റെ പേരില് വിഷ്ണു ലോകത്തിലേക്ക് അവരെ വിഷ്ണു ലോക പ്രാപ്തരാക്കി മാറ്റിയവരെ. അങ്ങനെ
അവരെ വിഷ്ണുലേഖത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരിൽ ഉണ്ടായിട്ടുള്ള ആ പാപങ്ങൾ മുഴുവൻ എന്തായി? ആ പാപങ്ങള് ഇനി അവർക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥയായി. ഇത്രയും നാളും ഇവരുടെ ഇതിൽ ഇരിക്കാമായിരുന്നു. ഇപ്പൊ എന്തായി? ഇവര് വിഷ്ണു ലോകത്തിലേക്ക് പോയപ്പോഴത്തേക്കും പാപങ്ങൾക്ക് ഇപ്പൊ ഇരിക്കാൻ സ്ഥാനമില്ലാതായി. നേരെ ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്നാ പറയാ. ഈ പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊരു ആശ്രയസ്ഥാനം വേണം. പരീക്ഷത്തിന്റെ അടുത്ത് കലി എങ്ങനെയാണോ വന്ന് പ്രാർത്ഥിച്ചത് അതുപോലെ അവർക്ക് ഭഗവാൻ എന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഭഗവാൻ അവർക്ക് ഏകാദശി ദിവസത്തെ ആഹാരത്തിലേക്ക് സ്ഥാനം കൽപ്പിച്ചു എന്നാ പറയാ. ബഭൂവ സഹസാതത്ര സ്വയം ഏകാദശി തിഥി തതസ്താൻ പാപിനഃ കാരയാമാസ തച്ഛ്രുതം തേ സർവേ പരമം ധാമ യജുർ ഗളിത കൽമഷാഹ എന്ന് അവിടെ പറയും. അതായത് ഈ പാപങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങള് ഏകാദശിക്ക് ആരാണോ അല്ലെങ്കിൽ എവിടേക്കാണോ അന്നം ഉണ്ടാക്കുന്നത്, ആഹാരം ഉണ്ടാക്കുന്നത്, അതിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു പാപങ്ങളോട് മുഴുവൻ. അതുകൊണ്ടാണ് ഈ ഏകാദശി ദിവസം ആഹാരം കഴിച്ചു കഴിഞ്ഞാല് പാപം നമ്മളെ സ്പർശിക്കും. അല്ലാതെ തന്നെ നമുക്ക് ദുരിതങ്ങൾ ധാരാളം ഉണ്ട്, അല്ലെ? ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ട്. ഇത് വെറുതെ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കും എന്ന് അവിടെ പറഞ്ഞു. അപ്പം വ്രതങ്ങളില് ഏറ്റവും മുഖ്യം ഏതാണ്? ഏകാദശി തന്നെയാണ് എന്ന് അവിടെ പറയും. അതുകൊണ്ട് യഥാ സമസ്ത ശാസ്ത്രാണാം ശ്രേഷ്ഠാ വേദാ പ്രകീർത്തിതാഹ തഥാ വ്രതാനാം പ്രവരം സ്മൃതം ഏകാദശി വ്രതം എന്ന് പത്മപുരാണത്തില്. ഇപ്പൊ വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഏകാദശി വ്രതമാണ്. ശരിക്ക് അവിടെ ഏകാദശി വ്രതത്തിന് വേറൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവിടെ അധികാര ഭേദമില്ല എന്നാ പറയാ. അവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആരായാലും അവർക്കൊക്കെ ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം ജൈവ യോഷിതാം മോക്ഷതം കുർവതാം ഭക്തിയ വിഷ്ണോഹോ പ്രിയതരം ദ്വിജ. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഏകാദശി വ്രതം അത് ഒരേപോലെ ആചരിക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമങ്ങൾ. ഇനി അത് തന്നെയല്ല, നമുക്ക് ആശൗചമാണെന്നിരിക്കട്ടെ. ആശൗചം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഈ പുലവാലായ്മകളാണെന്നിരിക്കട്ടെ. ആ ആശൗച കാലത്തും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രത്യേകത. അതാണ്. അതുപോലെ തന്നെ ഈ രജസ്വലകളായിട്ടുള്ള സമയത്ത്, രജസ്വലയുടെ സമയത്തും ഈ ഒരു എന്താണ് സ്മരണയും ഈ ഒരു ഉപവാസവും ഒക്കെ അനുഷ്ഠിക്കാം എന്നുള്ള ഒരു വിധിയും കൂടെ ഏകാദശിയുടെ ഇതിന് പ്രത്യേകം എടുത്ത് അവിടെ കാണിക്കുന്നു. എന്തായാലും പല സ്ഥലത്തും നാരദീയത്തില്, നാരദ പുരാണത്തില്, അതുപോലെ തന്നെ സ്കന്ദ പുരാണത്തിലൊക്കെ ഈ ഏകാദശി വ്രതത്തിന്റെ വിധികള് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ശരിക്ക് വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദശമി ദിവസം രാവിലെ കാലത്തെ ഭക്ഷണമായി കഴിഞ്ഞ് പിന്നെ അന്ന് ഉപവാസം, അതിനുശേഷമുള്ള അത് ഉപവാസം, പിന്നെ ഏകാദശി ദിവസം എന്താണ്? ശുദ്ധോപവാസം, അതൊന്നും കഴിക്കാതെ. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ സ്നാനം ചെയ്ത് ആ സ്നാനത്തിന്റെ കൂടെ എന്തൊക്കെ വേണം? തർപ്പണം ചെയ്യണം, ജപിക്കണം. ഇങ്ങനെയാണ് അതെല്ലാം ചെയ്ത് വിഷ്ണു പൂജ ചെയ്ത് പിറ്റേന്നാൾ രാവിലെ എന്താ കുളിച്ച് പാരണ വീടുക. അവിടെ വേണ്ടതെല്ലാം എന്താ? പൂർണ്ണമായിട്ടും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. യാതൊരു വിധത്തിലുള്ള മറ്റ് ഒരു ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള യാതൊന്നും നമ്മൾ ഭക്ഷിക്കുകയോ ചെയ്യരുത് എന്ന് പറയാണ്. മറ്റ് രീതിയിലുള്ള മാംസം, മദ്യം തുടങ്ങിയതൊക്കെയുള്ള എല്ലാം. അതുപോലെ പകല് ഉറങ്ങരുത്, അതും ഒരു ദിവസ്വാപ നിഷിദ്ധ. പകല് ഉറങ്ങാൻ വിധിയില്ല. മറ്റ് ദുർജനങ്ങളായിട്ടുള്ള സംഘം ഉണ്ടാവാതെ നോക്കണം. പുരാണപാരായണം, അതുപോലെ സജ്ജന സംസർഗം, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താല് അഭികാമ്യം. അതാണ് ഏകാദശി അല്പം ക്ലിഷ്ടമാണെങ്കിൽ പോലും അതിന്റെ ഫലം ഏറ്റവും മഹത്വമാണ്. നമുക്ക് ധാരാളം കഥകൾ കാണാൻ സാധിക്കും. രുക്മാംഗദന്റെ കഥ കാണാൻ സാധിക്കും, അംബരീഷന്റെ കഥകള്. അപ്പൊ ഏകാദശിയുടെ ഒരു മഹത്വം ഭയങ്കരമാണ്. അതാണ് ഈ നന്ദഗോപരും ഈ ഒരു ഏകാദശി വ്രതത്തിനും ഇത്ര കണ്ട് പ്രാധാന്യം കൊടുത്തത്. അപ്പം രാവിലെ ആ
നേരത്തെ തന്നെ അവിടെ പാരണ വീട്ടുവാൻ വേണ്ടിയിട്ട് ആ യാമം കണക്കാക്കിക്കൊണ്ട് സൂര്യോദയത്തിന് അരയാമം മുമ്പ് തന്നെ ഈ വ്രതം പൂർത്തിയാക്കി പാരണ വീടണം. പാരണ വീടുന്നതിന് നല്ലൊരു എന്താണ് പ്രാധാന്യമുണ്ട് പാരണയ്ക്ക്. അതാണല്ലോ അംബരീഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. ഇപ്പൊ നന്ദഗോപർക്കും ഇത് സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി കുളിക്കാൻ പോയതെന്നുള്ള അല്ല. അവിടെ ശരിക്കഥാർത്ഥത്തില് ഈ രാത്രി കുളിക്കുന്നത് നിഷിദ്ധമാണ്. അവിടെ അസുരന്മാരുടെ യാമമാണ്. ആ സമയത്ത് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ രാവിലെ നേരത്തെ പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതാണ്. നേരത്തെ തന്നെ ഈ യാമത്തിന് സൂര്യോദയത്തിന് മുമ്പുള്ള അരയാമം മുമ്പ് തന്നെ ഈ വ്രതം സമാപിപ്പിക്കണം, അല്ലെങ്കിൽ വ്രതം പാരണ വീടണം. അതിനു വേണ്ടിയിട്ടായിരുന്നു പോയത് എന്ന് പറയണം. തം ഗൃഹീത്വാനയോ വരുണസ്യാസുരോന്തികം അവിജ്ഞായ അസുരീം വേലാം പ്രവിഷ്ടമുദകം നിശി. രാത്രി സമയത്ത് രാക്ഷസൻ അല്ലെ, അങ്ങനെയുള്ള രാക്ഷസന്മാരുടെ കർമ്മം നടക്കുന്ന സമയത്താണ് അവിടെ ആ നന്ദഗോപരെ കുളിക്കാൻ ചെയ്തത്. അറിയാതെ വരുണന്റെ ഒരു ഭൃത്യൻ നന്ദഗോപരെ വരുണലോകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്തായാലും പോയിട്ട് കുളി കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സമയം കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? ചുക്രുഷുസ്തമപശ്യന്ത തമപശ്യന്ത കൃഷ്ണ രാമേതി ഗോപകാഹ ഭഗവാൻ സപുവശ്രുത്യാപിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാമഭേദോ വിഭൂ. എല്ലാവരുടെയും സ്വന്തക്കാരായിട്ടുള്ള എല്ലാവരുടെയും ഭയത്തെ ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള ഭഗവാനെ വിളിച്ചു അവര് ഗോപന്മാര്. എന്താണ്? അപശ്യന്ത കൃഷ്ണ രാമേതി, കൃഷ്ണ രാമ എന്ന് ചുക്രുഷു. അല്ല, അവര് അവിടുന്ന് കൃഷ്ണ രാമ എന്ന് വിളിച്ച് നിലവിളിച്ചു. അവിടുന്ന് അച്ഛൻ പോയതിന് ശേഷം വരേണ്ട സമയമായിട്ടും വന്നിട്ടില്ല അവിടെ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഇത് കേട്ടപ്പോ തന്നെ ഭഗവാൻ ഇത് മനസ്സിലാക്കി. എന്താണ്? ഈ ഒരു സമയം രാത്രി സമയം, അപ്പൊ കുളിക്കാൻ പോയതാണെങ്കിൽ അവിടെ വരുണൻ ആള് മാറിക്കൊണ്ട് വരുണലോകത്തേക്ക് ഭഗവാൻ അച്ഛനെ കൊണ്ടുപോയിട്ടുണ്ടത് എന്നുള്ള ഒരു വിവരം മനസ്സിലാക്കിക്കൊണ്ട് നേരെ തദന്തികം ഗതോ രാജൻ സ്വാനാമഭേദോ വിഭൂ. ആ വരുണന്റെ ആ സമീപത്തേക്ക് ഭഗവാൻ അവിടുന്ന് യാത്രയായി. പ്രാപ്തം വീക്ഷ്യ ഋഷികേശം ലോകപാല സപര്യയാമഹത്യ പൂജയിത്വാഹ തദ്ദർശന മഹോത്സവ. ഇവിടെ നോക്കൂ, ഇന്ദ്രന്റെ അടുത്ത് കിഴക്ക് ദിക്ക് അല്ലെ, ഇപ്പൊ ലോകപാലന്മാരെയൊക്കെ വേണ്ട രീതിയിൽ ഭഗവാൻ ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ക്രമീകരിക്കുകയാണ്. ശരിക്ക് ഈ ലോകത്തിന്റെ ക്രമീകരണമാണ് ശരിക്കും. അപ്പം ഇന്ദ്രന്റെ അടുത്ത് പോയതുപോലെ അല്ലായിരുന്നു വരുണന്റെ അടുത്ത് പോയത്. വരുണന്റെ അടുത്ത് പോയപ്പോ എങ്ങനെയായിരുന്നു? വരുണൻ എല്ലാം ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഭഗവാനെ അറിഞ്ഞു. പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ല. അറിഞ്ഞിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലായിരുന്നു. അതാണ് ഇന്ദ്രന്റെ ഒരു കുഴപ്പം. ഇവിടെ അങ്ങനെയല്ല. പ്രാപ്തം വീക്ഷ്യ ഋഷികേശം ലോകപാല സപര്യയ. എല്ലാവിധ അംഗങ്ങളോടും കൂടിയതായിട്ടുള്ള മഹത്തായിട്ടുള്ള പൂജ ഭഗവാൻ ഇതാ സമർപ്പിച്ചോടെ കണ്ടതോടുകൂടി ആ കണ്ട സന്തോഷത്തോടുകൂടി ആ ആനന്ദ നിർവൃതിയോടുകൂടി വിശിഷ്ട ദ്രവ്യങ്ങളോട് കൂടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ കൂട്ടി അദ്ദേഹത്തെ ആരാധിച്ചു. എന്തായാലും അവിടെ ആ വരുണൻ ഭഗവാനോടായിട്ട് ചോദിച്ചു, അദ്യമേ നിഭൃതോ ദേഹോ ദൈവാബ്ധോധിഗത പ്രഭോ ത്വൽപാദഭാജോ ഭഗവാനാപു ഭഗവന്നവാപുഃപാരമധ്വന. ഗംഭീരമായിട്ട് ഭഗവാനെ അവിടെ നിന്ന് സ്തുതിച്ചു. ഹേ പ്രഭുവായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എത്ര കണ്ട് ഭാഗ്യം. ഇന്നിപ്പം എനിക്ക് ശരിക്ക് അങ്ങയെ വന്ന് കണ്ടതോടുകൂടി തന്നെ ഈ ഒരു ശരീരപ്രാപ്തി ഇന്ന് സഫലമായി. ശരിക്ക് പുരുഷാർത്ഥവും എല്ലാം എനിക്ക് കൈവന്നു. അങ്ങയുടെ ആ പാദങ്ങളിൽ സേവിച്ചുകൊണ്ട് നടക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഈ സംസാര മാർഗത്തിന്റെ അന്ത്യമായിട്ടുള്ള ആ അങ്ങയെ പ്രാപിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്
എത്തുകയുള്ളൂ. അത് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അവിടുന്ന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് സാധിച്ചു തന്നു. അതുകൊണ്ട് അവിടുത്തെ അവിടുത്തെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ എന്ന എത്ര ശ്രൂയതേ മായാ ലോക സൃഷ്ടി വികൽപ്പന. സാക്ഷാൽ ബ്രഹ്മസ്വരൂപിയായിക്കൊണ്ട് ഉള്ള ഭഗവാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. നാനാ വിധത്തിലുള്ള ലോകത്തിന്റെ സൃഷ്ടി നടത്തുന്നതായിട്ടുള്ള അങ്ങ് മായയ്ക്ക് യാതൊരുവിധ സ്വാധീനവും ഇല്ലാത്തതായിട്ടുള്ള അങ്ങ് മായാതീതൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് അല്ലെ, അങ്ങനെയുള്ള അങ്ങയുടെ മുമ്പിൽ ഈ മൂഢനായിട്ടുള്ള അവിവേകിയായിട്ടുള്ള എൻ്റെ ഭൃത്യന്മാര് അങ്ങയുടെ അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവന്നത് തെറ്റായി പോയി എന്നുള്ളത് അറിയാം. അതില് അവിടുന്ന് ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കണേ, സർവസാക്ഷിയായിട്ടുള്ള അങ്ങ് നമ്മെയും അതുപോലെ തന്നെ നമ്മളുടെ കുലത്തെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണേ. അല്ലയോ ഗോവിന്ദ, നീയതാമേഷ പിതാതേ പിതൃവത്സല, അങ്ങയുടെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ വരുണൻ ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ഗംഭീരമായിട്ട് അവിടുന്ന് അങ്ങ് സ്തുതിച്ചു. ഈശ്വരന്മാർക്ക് പോലും, ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഈശ്വരന്മാർക്ക് പോലും ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുണനെ അവിടുന്ന് അനുഗ്രഹിച്ചു. എന്തായാലും അച്ഛനെയും കൂട്ടിക്കൊണ്ട് നേരെ ഗോകുലത്തിലേക്ക് മടങ്ങി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചെത്തിയതായിട്ടുള്ള ഗന്ധർവരെ കണ്ടുകൊണ്ട് അവിടെയുള്ള എല്ലാ ബന്ധുക്കൾക്കും അവർക്കൊക്കെ സന്തോഷമായി. എന്തായാലും ഈ പ്രത്യക്ഷമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമല്ലാത്തത്രയുള്ള വരുണന്റെ ഈ ഐശ്വര്യത്തെയും ഇത്രയുമായിട്ടും ആ ഭഗവാനോടുള്ള ഭക്തി, ആരാധന, വിനയം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടതായിട്ടുള്ള ആ നന്ദഗോപര് അതെല്ലാം സർക്കാരോടായിട്ട് അവിടുന്ന് പറഞ്ഞു. ഇത് കേട്ട് ഗോപന്മാർ മ്യൂട്ടായി, കേൾക്കുന്നില്ല. അവരുടെ ഉള്ളിൽ ഓരോ ലീലകളിലൂടെയും അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഭക്തിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം കൃഷ്ണൻ എന്നുള്ളത് ഈശ്വരനായിട്ട് തന്നെ അവർ അവിടെ ഉറപ്പിച്ചു. എന്തായാലും ഭഗവാനാണെങ്കിലോ തന്റെ രഹസ്യമായിട്ടുള്ള ഈ വിഭൂതികളെയൊക്കെ തങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടും കൂടെ ഭഗവാനും ഒരു ഔത്സുക്യത്തോടുകൂടി ചെയ്ത് കാണിച്ചു കൊടുത്തു എന്ന് പറയാണ്. എന്തായാലും ഇതി സ്ഥാനം സ ഭഗവാൻ വിജ്ഞായാഖില ദൃക്സ്വയം സങ്കല്പസിദ്ധയേ തേഷാം കൃപയൈതദചിന്തയൽ ജനോ വൈ ലോകയേസ്മിൻ അവിദ്യാകാമകർമ്മഭിയുച്ചാവചാസുഗതിഷു നവേദസ്വാം ഗതിം ഭ്രമൻ. എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ഭഗവാൻ ഈ ബന്ധുക്കളായിട്ടുള്ള വൈഷ്ണവന്മാരുടെ അല്ലെങ്കിൽ വിഷ്ണു വംശത്തെ അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊരു ദയ തോന്നിക്കൊണ്ട് അവരുടെ ആ മനസ്സിന്റെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ മനോരഥം സഫലമാക്കുവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അവിടുന്ന് ചിന്തിച്ചു. കാരണം ഈ ഈശ്വരത്വത്തെ ഗോപന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, അതാണ് ആവശ്യം. ഈ ലോകര് ഇന്ന് അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള കാമ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നോടെ, എന്നിട്ടും അതിൽ നിന്നും ഉച്ചനീചത്വം ഉള്ള കാര്യങ്ങളില് മുഴുകിയവരായിട്ട് തന്റെ ഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് യഥാർത്ഥമായിട്ടുള്ള ഗതി, ആധ്യാത്മികമായിട്ടുള്ളൊരു ഗതി അവരറിയുന്നില്ല. ഇങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ട് ഭഗവാനും എന്താണ് അത്യന്തം കരുണാനിധിയായിട്ടുള്ള ആ ഭഗവാൻ അജ്ഞാന അന്ധകാരത്തിന്റെ മറുവശത്തിരിക്കുന്ന തന്റെ ഈ സച്ചിദാനന്ദ സ്വരൂപത്തെയും
ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോഹരി, മഹാകാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസ പരം. ഈ അന്ധകാരമാകുന്ന തമസിന് തുല്യമായിട്ടുള്ള ഈ സംസാര ദുഃഖത്തിന് മറുവശത്തായിക്കൊണ്ട് തന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെയും യാതൊരുവിധ കുണ്ഠതയും ബാധിക്കാത്ത വൈകുണ്ഠ ലോകത്തെയും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. സത്യജ്ഞാനമനന്തം യൽ ബ്രഹ്മജ്യോതി സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. എല്ലാം ഒന്നാന്നുള്ള ഒരു അവസ്ഥയാണ് സമാധി എന്നുള്ളത് അവസ്ഥ. അപ്പം ആ സമാധിയെ പ്രാപിച്ചതായിട്ടുള്ള ഋഷീശ്വരന്മാര് പ്രാകൃത ഗുണങ്ങള് എല്ലാം മാറിക്കഴിഞ്ഞാല് യാതൊന്നിനെയാണോ സാക്ഷാത്കരിക്കുന്നത്, തന്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറി ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ അനുഭവിക്കാൻ ആത്മാരാമത്വം കിട്ടുമ്പോഴേക്കും ആ സാക്ഷാത്കാരം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോ അങ്ങനെയുള്ള ആ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ബോധസ്വരൂപനായിട്ടുള്ള സത്യസ്വരൂപനായിട്ടുള്ള സത്യം ജ്ഞാനം അനന്തം, ആ സത്യം തന്നെയാണ് പിന്നീട് ജ്ഞാനസ്വരൂപത്തിലൂടെയും പിന്നെ അനന്തമായിട്ടും. അപ്പം സത്യമായാലും ജ്ഞാനമായാലും അനന്തമായാലും ഒക്കെ പല രൂപത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ആ ആത്മീയ ചൈതന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതോടെ അനന്തം അവസാനമില്ലാത്തതും ആയിട്ടുള്ള ആ യൽ ബ്രഹ്മജ്യോതി സനാതനം, ആ പരമജ്യോതി സനാതനമായിട്ടുള്ള നിത്യമായിട്ടുള്ള സ്വയം പ്രകാശിക്കുന്നതായിട്ടുള്ള ഏതാണോ ആ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ അനുഭവിക്കലാണ് യഥാർത്ഥത്തില് ഈ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തെ അവർക്കും പറഞ്ഞു കൊടുത്തു. ആ സത്യം ജ്ഞാനമനന്തം യൽ ബ്രഹ്മജ്യോതി സനാതനം. അപ്പൊ സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനായും പിന്നെയോ ആദ്യന്തവിഹീനായിക്കൊണ്ട് അനന്തൻ ആയിക്കൊണ്ട് ശാശ്വതമായതും സ്വയം പ്രകാശിക്കുന്നതുമായിട്ടുള്ള നിർഗുണ ബുദ്ധിയായിട്ടുള്ള ആ ഉള്ളിലുള്ള ബോധസ്വരൂപൻ എന്താണെന്നുള്ളത് അവരിൽ തന്നെ കാണിച്ചു കൊടുത്തോടെ ഗോപന്മാരൊക്കെ ഇന്ന് പുറമേ കണ്ട് അന്വേഷിച്ച് നടന്നാലുള്ള കൃഷ്ണനിൽ ഈശ്വരനെ കണ്ടവരിലൊക്കെ അവർക്കൊക്കെ എന്ത് ചെയ്തു? അവരുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാനം ഉദ്ധരേത് എന്ന് ഇനി ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു, അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്റെ ഉള്ളിൽ തന്നെയുള്ള ആ ആത്മചൈതന്യത്തെ ഉദ്ധരിക്കുക, ഇതാണ് യഥാർത്ഥത്തില് മനുഷ്യ ജന്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്തു. അവരെ നേരെ ആ കാളിന്തിയില് ബ്രഹ്മഹൃദം എന്നു പേരായിട്ടുള്ള ഒരു സ്ഥലം, വലിയൊരു കയമാണത്. ആ കയത്തിലേക്ക് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിചാരിക്കണം, ഇല്ലേ? നമ്മളൊക്കെ സത്സംഗത്തിലേക്ക് പോയാൽ മതി. സത്സംഗത്തിൽ ചെന്ന് കഴിഞ്ഞാല് ആന കിട്ടും, കുതിര കിട്ടും, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലതും അല്ലെ പറഞ്ഞു വിടും. അവിടെ ചെന്നാലോ, അവിടെ ചെന്നിട്ട് ഇതൊന്നും അല്ല, അയാളുടെ മനോരഥം വേറെ സ്ഥലത്തുകൂടിയാണ് മനോരഥം ഓടുന്നതെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. എത്ര വലിയ സത്സംഗത്തിൽ ചെന്ന് നടുക്കുന്നിരുന്നെന്ന് പറഞ്ഞാലും മാറേണ്ടവരാണെങ്കിൽ അത് എങ്ങനെയാണ്? അത് അവൻ സ്വയം ചിന്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെ? നമ്മൾ ലോകാസംസ്ഥ സുഖിനോഭവന്തു എന്ന് പറയുന്നത് പോലെ ഗോപന്മാരോടും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അത് നിങ്ങൾ നിരീക്കണം. ഇന്നലെ നമ്മൾ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗോവർദ്ധനത്തിനെ പൂജിച്ചു കഴിഞ്ഞാൽ ഗോവർദ്ധനം നിവേദ്യം സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു കല്ലിനെ പൂജിച്ചു നോക്കൂ, നമുക്കും ഈ ഒരു അനുഭവം നമുക്ക് അവിടെ ഉണ്ടാവും അവിടെ. അപ്പം ഇതും അതുപോലെ തന്നെ ഗോപന്മാരെ നേരെ ആ കയത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ ഗോപന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ കയത്തിൽ മുങ്ങുക. അങ്ങനെ എല്ലാവരെയും അതില് മുങ്ങിച്ച് ആ മുങ്ങുന്നതോടുകൂടി അവർക്ക് അവരുടേതായിട്ടുള്ള ആ കണ്ണുകളെ കൊണ്ട്, ഗോചരമായിട്ടുള്ള കണ്ണുകളെ കൊണ്ട്
വൈകുണ്ഠത്തെ അവിടുന്ന് കാണിച്ചു കൊടുത്തു. വൈകുണ്ഠ ദർശനം അവിടെ ഭഗവാൻ കൊടുത്തു. അവര് അവിടെ കണ്ടത് ആ ശ്രീകൃഷ്ണനെ ഋഷീശ്വരന്മാര് ചുറ്റും ആയിട്ട് ഋഷീശ്വരന്മാര് വേദസൂക്തങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. പാലാഴിയിൽ പള്ളി കൊള്ളുന്നതായിട്ടുള്ള പത്മനാഭസ്വാമിയെ അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ കണ്ട് ആനന്ദ നിർവൃതരായി. പുറമേ വന്ന് അവിടെയും ആ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് അത്ഭുതമായി. കാരണം എന്താണ്? ആ പാലാഴിയിൽ പള്ളി കൊള്ളുന്നതായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ ധ്യാനം ചെയ്തതായിട്ടുള്ള ഗോപന്മാര് അവര് പൊങ്ങി വന്ന് കൃഷ്ണന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൃഷ്ണൻ തന്നെയാണോ അവിടെ കിടന്നത് എന്നൊരു സംശയത്തിലേക്ക് അവര് അത്ഭുതം ആയി എന്ന് പറയാണ്. ഇങ്ങനെ ഗോപന്മാർക്ക് വൈകുണ്ഠം കാണിച്ചതിനും അവർക്ക് കൃഷ്ണൻ പരബ്രഹ്മ സ്വരൂപിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയതും ഒക്കെ ഏവരും നന്നായിട്ട് തന്നെ ഓർക്കണം. അമ്മയ്ക്കും അച്ഛനും പണ്ട് അല്ലെ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മഭാവേന അല്ലെ ഉണ്ണിയായിട്ടും കാണാം, അല്ലെങ്കിൽ പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ, രണ്ട് രീതിയിലും അമ്മയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞ് ഓരോരോ പ്രകരണങ്ങളിലൂടെയും അവിടെ ഉറപ്പിച്ചുറപ്പിച്ചു കൊണ്ടുപോകുന്നു. ഇതും ഇനി ഭഗവതിയുടെ അനുഗ്രഹത്തിൽ ഇവരെ കൊണ്ട് മറപ്പിക്കും. ഇനി അടുത്ത ദിവസം മറപ്പിക്കും. അത്രേ ഉള്ളൂ. അതാണ് മായ എന്നുള്ളൊരു അവസ്ഥ. ഗുണങ്ങള് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ ഈ ഗുണങ്ങൾ നമുക്കൊക്കെ അല്ലെ, നമ്മൾ പറയാറില്ലേ ഈ മറവി ഒരു അനുഗ്രഹം എന്ന് പറയാറില്ലേ അല്ലെ? ചില കാര്യത്തിനൊക്കെ മറവി അനുഗ്രഹമാണ് എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞ പോലെ ആ വൈകുണ്ഠ ദർശനം ഗോപന്മാർക്ക് കാണിച്ചു കൊടുത്ത ഒരു ചെറിയൊരു കഥയില് വലിയ ഒരു തത്വം. ഇതാണ് വേദവ്യാസ മഹർഷിയുടെ ഒരു രചനയുടെ ഏറ്റവും വലിയൊരു മഹത്വം. അതാണ് അല്ലെ. നമ്മള് വിചാരിക്കും 17 ശ്ലോകം 16 ശ്ലോകം ഉള്ളൂ, പക്ഷെ അതിൽ വലിയൊരു തത്വവും അത് വിട്ടെന്ന് പോയി നോക്കൂ. ഇത് നോക്കണ്ട കേട്ടോ, ഇതൊന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ള എത്ര തത്വങ്ങളെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിനുള്ള ഭാഗങ്ങള് ഇനി നമ്മളുടെ ഏറ്റവും വിശേഷമായിട്ട് ഇന്നും അല്ലെ ഭഗവാൻ എന്താണ് ചീത്തപ്പേര് കേട്ടുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള രാസലീല എന്നുള്ള ഒരു ഭാഗമാണ് ഇനിയുള്ളത്. അതൊക്കെ നമുക്ക് ഒരാഴ്ചക്ക് ശേഷം നമുക്ക് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ആ പാരായണത്തിലേക്ക് കിടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.